പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് യഥാർത്ഥത്തിൽ ഒരു 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ബെൽറ്റ് ഡ്രൈവ്, പിന്നെ വരുന്നത് ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റ് ഡ്രൈവ്സിനെ കുറിച്ച് പറയാം. ഒരു ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇത്രയും പാർട്സ് ആണുള്ളത്. ഓക്കെ, ഇതൊരു ഡ്രൈവിംഗ് പുള്ളിയാണ്, ഇതൊരു ഡ്രിവൺ പുള്ളിയാണ്. ഡ്രൈവിംഗ് പുള്ളി, ഡ്രിവൺ പുള്ളി എന്ന് പറയുമ്പോൾ ഇതാ ഈ പുള്ളിയിലാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുള്ളി എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഷാഫ്റ്റിൽ എങ്ങനെയാണ് പവർ വരുന്നത്? ഒരു മോട്ടോറിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോട്ടോറിൽ നിന്ന് ഷാഫ്റ്റിലേക്ക് വരുന്ന പവർ അനുസരിച്ച് ഷാഫ്റ്റ് ഈ പുള്ളി എന്ത് ചെയ്യുകയാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പുള്ളി എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പുള്ളിയാണ് ഈ പുള്ളിയെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, എന്തിന്റെ ഹെൽപ്പോടുകൂടി? ഈ ബെൽറ്റിന്റെ ഹെൽപ്പോടുകൂടി ഈ പുള്ളിയാണ് ഈ പുള്ളി എന്ത് ചെയ്യുന്നത്? ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുള്ളിയെ നമ്മൾ പറയുന്നത് ഡ്രിവൺ പുള്ളി എന്നും, ഡ്രൈവിംഗ് പുള്ളി എന്നും, ഈ പുള്ളിയെ നമ്മൾ പറയുന്നത് ഡ്രിവൺ പുള്ളി എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഡ്രൈവിംഗ് പുള്ളി എന്നും ഇത് ഡ്രൈവിംഗ് പുള്ളി എന്നും ഈ പുള്ളി ഡ്രിവൺ പുള്ളി. ഓക്കെ, ഡ്രൈവിംഗ് പുള്ളി എന്നും ഡ്രിവൺ പുള്ളി എന്നും പറയും. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദാ ഇതൊരു ഫ്രിക്ഷണൽ ഡ്രൈവാണ്. ഓക്കെ, ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രിക്ഷണൽ ഡ്രൈവാണ്. അതായത് നമ്മൾ പല പല മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. ഈ ചെയിനിലും ഗിയറിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനെല്ലാം ടൂത്ത്ഡ് ആണ്. ഓക്കെ, ഈ ചെയിൻ വെച്ചിരിക്കുന്ന സ്പ്രോക്കറ്റ് അല്ലെങ്കിൽ ഗിയർ ഇതൊക്കെ ടൂത്ത്ഡ് ആയിട്ടുള്ള ഡ്രൈവുകളാണ്. ഓക്കെ, പക്ഷെ ഒരു ഗിയർ, ഒരു ബെൽറ്റ് ഡ്രൈവിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ടൂത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ടീത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ഓക്കെ, പകരം ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ ബെൽറ്റും ഈ പുള്ളിയും തമ്മിലുള്ള ഫ്രിക്ഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ബെൽറ്റിന്റെയും ഈ പുള്ളിയുടെ ഇടയ്ക്കുള്ള ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പുള്ളിക്ക് ഈ പുള്ളി എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിൽ ഫ്രിക്ഷണൽ ഡ്രൈവ് ഏതാണെന്ന് ഒരു PSC എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ്. പിന്നെ മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ബെൽറ്റ് ഡ്രൈവ് സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ലാർജ് ഡിസ്റ്റൻസ്, ഓക്കെ, ഒരു കുറച്ചധികം ഡിസ്റ്റൻസിൽ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ എക്സാംസിന് വേണമെങ്കിൽ ചോദിക്കാം, അതായത് ഫോർ ലാർജ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ വിച്ച് ഡ്രൈവ്സ് ക്യാൻ ബി യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ബെൽറ്റ് ഡ്രൈവ് എന്നാണ്. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഒരു മില്ലിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു അത്യാവശ്യം ഒരു 2-3 മീറ്റർ ദൂരെ ആയിരിക്കും എന്ത് വെച്ചേക്കുന്നത്? ഒരു മോട്ടോർ വെച്ചേക്കുന്നത്. ഓക്കെ, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബെൽറ്റ് വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്ന എല്ലാ മെഷീൻസിലെയും പുള്ളീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലാർജ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയാണ് നമ്മൾ സാധാരണ എന്ത് ഡ്രൈവ്സ് യൂസ് ചെയ്യാറുള്ളത്? ബെൽറ്റ് ഡ്രൈവ്സ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ ഈ പറയുന്നുണ്ട്, ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ബെൽറ്റിന് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനൊരു ടൈറ്റ് സൈഡും ഉണ്ടാവും, ഒരു സ്ലാക്ക് സൈഡും ഉണ്ടാവും. ഓക്കെ, ഒരു ടൈറ്റ് സൈഡും ഉണ്ടാവും, ഒരു സ്ലാക്ക് സൈഡും ഉണ്ടാവും. അതായത് താഴെ ഇവിടെ ഈ സൈഡിൽ ഈ ബെൽറ്റ് നല്ല ടൈറ്റ് ആയിരിക്കും. ഓക്കെ, മുകളിൽ ഇവിടെ കുറച്ച് ലൂസ് ആയിരിക്കും. ഈ ലൂസായി കിടക്കുന്ന സൈഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ലാക്ക് സൈഡ് എന്നും, ഈ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സൈഡിനെയാണ് നമ്മൾ ടൈറ്റ് സൈഡ് എന്നും പറയുന്നത്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു പുള്ളിയുടെ ടൈറ്റ് സൈഡ് ലോവർ സൈഡ് ആയിരിക്കും. ഓക്കെ, ടൈറ്റ് സൈഡ് എപ്പോഴും ലോവർ സൈഡിലും ആയിരിക്കും, സ്ലാക്ക് സൈഡ് എപ്പോഴും അപ്പർ സൈഡിലും ആയിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കുക. ടൈറ്റ് സൈഡ് എപ്പോഴും ലോവർ സൈഡിലും സ്ലാക്ക് സൈഡ് എപ്പോഴും അപ്പർ സൈഡിലും ആയിരിക്കും. ഇനി ഈ പറയുന്ന ടൈറ്റ്നെസിന്റെ പുള്ളി, അതായത് ഈ ബെൽറ്റിൽ വരുന്ന ടൈറ്റ്നെസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെൽറ്റിലെ ടെൻഷൻ എന്ന് പറയും. ഓക്കെ, F1 എന്ന് പറയുന്നത് സ്ലാക്ക് സൈഡിലെ ടെൻഷനും F2 എന്ന് പറയുന്നത് ടൈറ്റ് സൈഡിലെ ടെൻഷനുമാണ്. F1 എന്ന് കാണിച്ചിരിക്കുന്നത് സ്ലാക്ക് സൈഡിലെ ടെൻഷനും F2 എന്ന് പറയുന്നത് ടൈറ്റ് സൈഡിലെ ടെൻഷൻ. സ്വാഭാവികമായിട്ടും F2 എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഈ F1 മൈനസ് F2, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് ടെൻഷൻ, ഓക്കെ, ഇതാണ് എഫക്റ്റീവായിട്ട് ഈ ബെൽറ്റിൽ വരുന്ന പവർ ട്രാൻസ്മിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഈ F2-ന്റെയും F1-ന്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി മറ്റൊന്ന് എൻഡ്ലെസ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന ബെൽറ്റ് ഏത് രീതിയിലാണ്, അതായത് ഇതിപ്പോ ഒരു റബ്ബർ ബെൽറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റബ്ബർ ബെൽറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതാ ഇങ്ങനെയാണ് ആ ബെൽറ്റ് തുറക്കത്തിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മടക്കി എടുത്തിട്ട് അവസാനം ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്ലൂ ചെയ്ത് വെക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ഇതിന് ഒരു ബിഗിനിങ്ങും ഇല്ല, ഒരു എൻഡും ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഒരു എൻഡ്ലെസ് ബെൽറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് പുള്ളീസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പുള്ളീസ് ഉണ്ടാവും, പിന്നെ ഒരു എൻഡ്ലെസ് ബെൽറ്റ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്? ഒരു ബെൽറ്റ് ഡ്രൈവ് ആവുന്നത്. പിന്നെ
ബെൽറ്റ് ഡ്രൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് മറ്റ് ഡ്രൈവുകളിൽ നിന്ന്, ഞാൻ വേറെ 2 ഡ്രൈവിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു, ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവും. ഓക്കെ, ഈ ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവും തമ്മിൽ, ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവും പിന്നെ ബെൽറ്റ് ഡ്രൈവും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? ബെൽറ്റ് ഡ്രൈവ് എന്തിൽ വർക്ക് ചെയ്യുന്നതാണ്? ഫ്രിക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഫ്രിക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആകുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവാം? സ്ലിപ്പ് ഉണ്ടാവാം, അല്ലെ? അതായത് ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 0.4 ഒക്കെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിചാരിക്കുക. ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരികയാണ്. അതായത് ഈ പറയുന്ന എന്താണ്? വെയർ ആൻഡ് ടിയർ കാരണം. ഓക്കെ, ഫ്രിക്ഷൻ ആകുമ്പോൾ എന്തുണ്ടാവും? വെയർ ആൻഡ് ടിയർ ഒക്കെ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പുള്ളി എന്ന് പറയുന്നത് മെറ്റൽ ആയിരിക്കും. അപ്പൊ ഈ മെറ്റലിൽ വെയർ ആൻഡ് ടിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പുള്ളിയുടെ മെറ്റീരിയലിൽ വെയർ ആൻഡ് ടിയർ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ സ്ലിപ്പ് എന്ത് ചെയ്യാം? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്രിക്ഷൻ കുറഞ്ഞിട്ട് സ്ലിപ്പ് ഉണ്ടാവാം. അപ്പോൾ സ്ലിപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു ഡ്രൈവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ, സ്ലിപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു ഡ്രൈവ് ബെൽറ്റ് ഡ്രൈവ് ആണ്. പിന്നെ മറ്റൊന്ന്, ഈ സ്ലിപ്പ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം ഫ്രിക്ഷൻ വഴിയാണ് ഇതിൽ എന്ത് ട്രാൻസ്മിറ്റ് ആവുന്നത്? പവർ ഈ പുള്ളിയിൽ നിന്ന് ഈ പുള്ളിയിലോട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രിക്ഷനിൽ തന്നെ കുറവുണ്ടാവുക എന്നല്ലേ പറയുന്നത് സ്ലിപ്പ് ഉണ്ടാവുന്നത്. സോ ആ സ്ലിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പവർ ട്രാൻസ്മിഷന്റെ എഫിഷ്യൻസിയും എന്ത് ചെയ്യും? കുറയും. സോ ഒരു ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ്. ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് എന്ത് തന്നെയാണ്? ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, സ്ലിപ്പ് ഒക്കർ ചെയ്യാത്തത്. ഓക്കെ, സ്ലിപ്പ് ഒക്കർ ചെയ്യാത്ത ഡ്രൈവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. സോ ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ്.